നബിദിനാഘോഷം എന്ന് പറയുന്നത് കർമ്മമാണ്. മൗലിദ് പാരായണം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, ഘോഷയാത്ര എന്ന പ്രവർത്തനം ചെയ്യുക, കൊടികളോ തോരണങ്ങളോ പുതിയ രീതിയിൽ ലൈറ്റുകൾ സംവിധാനിക്കുക, ഇതൊക്കെ പ്രവർത്തനങ്ങളാണ്. ഇതിന് പ്രധാനമായി 2 തെളിവുകൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെ മറുപടി പറയാൻ വേണ്ടി ഇവിടുത്തെ വഹാബികൾ ചെയ്തത് എന്താണ്? തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്നാണെന്ന് അറിയാൻ പാടില്ലാത്ത വിധം ഒരു അവ്യക്തമായ സംഗതിയാണെന്ന് പറയാനുള്ള ഒരു നികൃഷ്ടമായ മനസ്സാണ് വഹാബികൾ അതിനോട് കാണിച്ചത്. റബീഉൽ അവ്വൽ 12 ആണെന്നും പറയാൻ പറ്റില്ല. എവിടെ നിന്നൊക്കെയോ കുറെ അഭിപ്രായങ്ങൾ. ഒരു ചരിത്രത്തെ സമീപിക്കുന്നതിനൊരു മാനദണ്ഡമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ തല ഉയർത്തി നല്ല അഭിമാനകരമായ ആത്മവിശ്വാസത്തോടെ ഈ തിന്മകളെ പ്രതിരോധിക്കുകയും നേരിടുകയും നമ്മുടെ സഭ്യമായ ഭാഷയിൽ മാന്യമായി അതിനോട് മറുപടി പറയുകയും ചെയ്യാനുള്ള ഒരാണത്തമാണ് സത്യത്തിൽ ഇനി ഇപ്പോഴുള്ളതുപോലെ ഇനിയും കൂടുതൽ വളർത്തിയെടുക്കേണ്ടത്. വഹാബികൾ പറഞ്ഞു തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്നാണെന്ന് പോലും അറിയാത്ത വിധം അവ്യക്തമാണെന്ന് പറഞ്ഞു. എന്തിന്? റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ശരിയല്ല എന്ന് വേണ്ടിയുള്ള ഇടപാടാണ്. ക്രൂരമായ ചരിത്രത്തോട് പോലും പല്ലിളിച്ച് കാണിക്കുന്ന ഈ വൃത്തികേടുകളുടെ പേരാണ് വഹാബിസം എന്ന് പറയുന്നതും. വഹാബി ആശയം ആരെല്ലാം മനസ്സിലുണ്ടോ അവരുടെ എല്ലാം വഴികൾ ഈ വഴികളാണ്. ഇത് മഹാതിന്മയാണ്. ഇന്ന് കാണുന്നത് പോലെയുള്ള വിപുലമായ നബിദിനാഘോഷം എന്ന് പറയുന്നത് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിലെയും കാലഘട്ടത്തിന് ശേഷമാണ് സമുദായത്തിൽ രൂപപ്പെട്ടു വന്നത്. അടിസ്ഥാനപരമായി ന്യായങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇമാമിങ്ങൾ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഇത് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ നമുക്ക്, ഉലമാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ സമുദായം യാതൊരു വിധത്തിലുള്ള നന്മയും ചെയ്തുകൂടാ. അന്നത്തെ പോലെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയും അന്നത്തെ പോലെ നിരത്ത് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അന്നത്തെ പോലെ പണ്ടിവിടെ വിമർശനം പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞതുപോലെ ഒട്ടകപ്പാൽ മാത്രം കഴിച്ച് ജീവിക്കുകയും ചെയ്യുക, അതിൽ പരമുള്ള യാതൊരു മാറ്റത്തിനും ഇസ്ലാമിക സമൂഹം വിധേയപ്പെടാൻ പാടില്ല എന്ന നിലപാട് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഇല്ല. നമ്മൾ അങ്ങനെയല്ല ഒന്ന് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ശേഷം യാതൊരു സംഗതിയും ഈ സമുദായം പുതുതായി ഉണ്ടാക്കരുത് എന്ന നിർദ്ദേശം ഖുർആൻ ഷരീഫിലോ തിരുസുന്നത്തിലോ എവിടെയെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു തെളിവ് കാണിക്കാനേ പറ്റില്ല ഒരാൾക്ക്. ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തിന്മകളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. അതായത് ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ ഇത് സാധാരണ ഇന്ന് പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും വിമർശിക്കുന്ന ഒരു സംഗതിയാണ് ഈ മുങ്കറുണ്ട്. അതാണ്, അതായത് നബിദിനാഘോഷത്തിൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ. സംഗതിയൊക്കെ ശരി തന്നെയാണ്. നമ്മുടെ ഫിഖ്ഹിന് നിരക്കാത്ത പാട്ടിന്റെ ഇടപാടുകളും മറ്റേ ഇടപാടും പരിപാടികളൊക്കെ നമ്മൾ തടയുകയും നമ്മൾ ഉസ്താദുമാർ തന്നെ നമ്മുടെ മഹല്ലുകളിൽ അതിന്റെ മാതൃക ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ്. വിമർശകന്മാർക്ക് വിമർശിക്കാനും വിമർശിച്ചില്ലെങ്കിൽ പോലും അതിന് പഴുതുണ്ടാകാത്ത വിധം അത് ശ്രദ്ധയോടുകൂടി ചെയ്യാനും നമ്മളൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ ഈ ചില തെറ്റായ കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നബിദിനാഘോഷത്തെ മൊത്തത്തിൽ ഹറാമാക്കാനും തിന്മയാക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഏകപക്ഷീയമായി പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നിരാകരിക്കപ്പെടാവതല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് എന്താ? പറയുന്ന ഭാഷ തന്നെ എത്ര മോശമാണ്. പ്രവാചകൻ പറഞ്ഞതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ നമ്മളെല്ലാം ദർസിൽ പോകുന്ന കാലം മുതൽക്ക് പറയുന്നതാണ്. നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. ഒരു സയ്യിദിനെ കൂട്ടിയിട്ടല്ലാതെ, സ്വലാത്തു ചൊല്ലിയിട്ടല്ലാതെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും പറയരുത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി നടക്കുന്ന പ്രചരണങ്ങളൊക്കെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് ഹദീസിലുണ്ടോ? ഖുർആനിൽ ആയത്ത് കൊണ്ടുവരാമോ? സാധാരണ എല്ലാവരും പറയും ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു ചോദ്യമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നന്മകളെ പ്രോത്സാഹിപ്പിച്ച ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അങ്ങനെ പറഞ്ഞിട്ട് പറയും ആ നബിതങ്ങൾ. എന്നാൽ പിന്നെ തന്റെ കാലശേഷം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു നബിദിനം ഉണ്ടാകുന്നത് അങ്ങക്ക് അറിഞ്ഞിട്ട് ഈ നബിദിനം ഒരു നല്ല കാര്യം പുറകെ ഉണ്ടാകാൻ പോകേണ്ട ഒരു നല്ല കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകൾ. സത്യം പറഞ്ഞാൽ അതിനൊരു മറുവശമില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള മിമ്പറിൽ നിന്ന് ദീർഘമായി പ്രസംഗിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ തിന്മകളെയും ചൂണ്ടിക്കാണിച്ചു. അവിടെ നിന്ന് ഒരു തിന്മകളെയും ചൂണ്ടിക്കാണിക്കാതെ വിട്ടുപോയില്ല എന്ന് സ്വഹാബത്ത് പറഞ്ഞ സുദീർഘമായ പ്രഭാഷണം അതുൾപ്പെടെയുള്ള മറ്റു ഹദീസുകളിലും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ തിന്മകളെ ചൂണ്ടിക്കാണിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിദിന
നബിദിനം എന്നൊരു പരിപാടി ഈ സമുദായത്തിൽ പുറകെ ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല എന്ന് നിരോധിച്ച ഹദീസുകളുമില്ലല്ലോ. പ്രോത്സാഹിപ്പിച്ച ഹദീസുകളില്ലെങ്കിൽ നിരോധിച്ച ഹദീസുകളുമില്ല എന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം അതിന്റെ ഒരു നേർക്ക് നേരെയുള്ള ഒരു വായന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് മാത്രമല്ല, നിരോധിച്ചിട്ടില്ല എന്ന സംഗതി കൂടി നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടതും ഇസ്ലാമിക ലോകത്ത്, സുന്നി ലോകത്ത് വ്യാപകമായി പറയപ്പെടുകയും ചെയ്യുന്ന ഒരു ആശയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എന്തിനേയും എതിർക്കുക എന്നത് ജാഹിലികളുടെ സ്വഭാവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ബിദ്അത്ത് എന്നാണ് പറയുന്നത്. ബിദ്അത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമിങ്ങളെല്ലാം വിശദീകരിച്ച് നമുക്ക് പൊതുവെ ധാരണയുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ, ഹദീസിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അതിനെ ബിദ്അത്ത് എന്ന് വായിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നേർ വായന കൊണ്ട് നമ്മൾ കാണുന്ന ചുരുങ്ങിയ കൈവിരലുകളെ കൊണ്ട് എണ്ണിയെടുക്കാവുന്ന മസാലകൾ കഴിച്ചാൽ ബാക്കിയുള്ളതിനൊന്നും ഖുർആനിൽ വിധിയില്ല എന്ന് പറയേണ്ടി വരികയില്ലേ? തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ നബിദിനാഘോഷം പ്രാമാണികമാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ആമുഖം അല്പം പറയലാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നബിദിനാഘോഷമായി നമ്മുടെ നാടുകളിൽ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുവരുന്ന, ഇപ്പോഴും നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന ഒരു രീതി, ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജനനം നടന്ന ആ ദിവസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു മഹല്ലിലെ ഒരു പ്രദേശത്തെ ജനങ്ങളെല്ലാം സംഘടിച്ച് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മൗലിദുകളും സ്വലവാത്തുകളും ഓതി ദുആ ചെയ്ത് അതിൻ്റെ പേരിൽ പ്രദേശത്തെ ജനങ്ങൾക്ക് അന്നദാനം നൽകി മദ്രസയിലെ നമ്മുടെ കുട്ടികളെ കൊണ്ടുള്ള നബിദിനവുമായി ബന്ധപ്പെട്ട മദ്രസയുടെയും ഒരു വികസനം എന്ന നിലയ്ക്കുള്ള കലാസാഹിത്യ മത്സരങ്ങൾ, അതിൻ്റെ സമ്മാനങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഘോഷയാത്ര എന്ന നിലയ്ക്ക് മദ്രസയിലെ കുട്ടികൾ ഇപ്പോൾ കുറച്ച് മുതിർന്ന ആളുകളെല്ലാം സംഘടിച്ചൊരു പ്രദേശത്ത് നിയമാനുസൃതം നമ്മൾ ഒരു ഘോഷമായി, ആഘോഷമായി അതിൻ്റെ പ്രകടനം എന്ന നിലയ്ക്ക്, അതിൻ്റെ ഒരു പ്രസ്താവന എന്ന നിലയ്ക്ക്, മാലോകരെ അറിയിക്കാൻ എന്ന നിലയ്ക്ക് നമ്മളൊരു ആഘോഷവുമായി ഒരു യാത്രയും സംഘടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നബിദിനം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ. സത്യത്തിൽ ഇതിൻ്റെ എല്ലാം പ്രചോദനമായി നിലകൊള്ളുന്നത്, ഇതിൻ്റെ അടിസ്ഥാനപരമായ താല്പര്യം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അളവറ്റ സ്നേഹവും ആദരവും അവിടത്തോടുള്ള മനസ്സ് നിറഞ്ഞ ആഗ്രഹവുമാണ് ഇത്തരം പരിപാടികളിലേക്ക് യഥാർത്ഥത്തിൽ വിശ്വാസികളെ നയിക്കുന്ന അടിസ്ഥാനപരമായ വികാരം. ആ നിലയ്ക്ക് നമ്മളിൽപ്പെട്ട ഉസ്താദുമാർ വരെ ഒരു നബിദിനം വരുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ് വലിയ പ്രാധാന്യത്തോടെ മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കുകയും അവിടെ നടക്കുന്ന അന്നദാനത്തിന് നമ്മളൊക്കെ മുന്തിയ, നമ്മളെ കൊണ്ട് സാധിച്ചതിൽ മുന്തിയ ഒരു സംഭാവന നൽകുകയും ചെയ്യും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് എന്ന ഒരു ഇഷ്ടമാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. അഭിവന്ദരായ മർഹൂം ബഹുമാനപ്പെട്ട വടുതല ഉസ്താദ് നവറല്ലാഹു മർഖദഹു പറയുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടക്കുന്ന മൗലിദിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആട്ടിറച്ചി കൊടുക്കണമെന്ന് മൂപ്പര് സാധാരണ പറയും. ബീഫ് കഴിച്ച് ഇറങ്ങാത്തത് കൊണ്ടോ കോഴി കഴിച്ചാൽ പറ്റാത്തത് കൊണ്ടോ ഒന്നല്ല. അതിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യത്തോടുള്ള അതിന് ഏറ്റവും ഉദാത്തമായ ഭാഷയിൽ, അത് രീതിയിൽ അത് നിർവഹിക്കണമെന്ന ആഗ്രഹവും കൊതിയും ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ് അതിലേക്ക് അവരെ നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദന്മാരെ നയിച്ച വികാരം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊണ്ടയൊന്നനക്കി കഫത്തിന്റെ അംശങ്ങൾ പുറത്തേക്ക് വന്നാൽ മഹാന്മാരായ സഹാബത്ത് എത്ര ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും അത് ശരീരത്തിൽ ഉപയോഗിക്കുമായിരുന്നു എന്ന് സഹിഹായ ഹദീസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്.
ഖുർആൻ ഷരീഫിൻ ഏതെങ്കിലും ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിലോ ഹദീസിലുള്ള ഏതെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല ഇതവർ ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടത് എന്ന വികാരമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വഫദ് അബ്ദുൽ ഖൈസ് വന്നപ്പോൾ, നമ്മളെല്ലാം മിഷ്കാത്തിലൊക്കെ സാധാരണ കാണുന്ന ഹദീസുകളാണല്ലോ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്പാദങ്ങളിൽ അവർ ചുംബിക്കുകയും, നമ്മൾ കൈകളിൽ എങ്ങനെ ചുംബിക്കുമോ, നമ്മൾ നമ്മുടെ ഉസ്താദുമാരുടെ, മാതാപിതാക്കളുടെ, മശായിഖുമാരുടെ കൈകളിൽ എങ്ങനെ ചുംബിക്കുമോ അത്രയും സ്നേഹത്തോടെ ആദരവോടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്പാദങ്ങളിൽ അവർ ചുംബിച്ച ഹദീസുകൾ സ്വഹീഹായത് തന്നെ കാണാം. ഇത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗമ്യമായി അതിന് വഴങ്ങിക്കൊടുത്തത് നമുക്കറിയാം. ഇതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് തങ്ങൾ എന്ന ആ ഒരു വികാരം, ആ ഒരു അനുരാഗം, ഇഷ്ടം, സ്നേഹം. ഈ സ്നേഹത്തിനും ആദരവിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എത്ര ഉയർന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അത് ദീനിൽ ഒരു നല്ല കാര്യമാണെന്ന് വിചാരിച്ചും തന്നെയാണല്ലോ സഹാബത്ത് അത് ചെയ്തത്. ഇതിനെല്ലാം അപ്പുറം നമുക്കെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് മഹാനായ സയ്യിദുനാ അസ്ലഅ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവരോട് പതിവ് പോലെ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്ലഅ്, എനിക്കൊരിടം വരെ പോകാനുണ്ട്, ആ ഒട്ടകം ഒന്ന് അതിന്റെ മുകളിൽ ഒട്ടകക്കെട്ടിലേക്ക് ഒന്ന് വെച്ച് കെട്ടി തയ്യാറാക്കി ഒന്ന് യാത്രാ സജ്ജമാക്കണം എന്ന് പറഞ്ഞു. സാധാരണ അദ്ദേഹത്തോടാണ് പറയുന്നത്. അതിൽ നല്ല വിഭവം, നല്ല ശേഷിയുള്ള ഒരാളാണ്, പരിചയമുള്ള ആളാണ്. അസ്ലഅ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ആ പണി ചെയ്യിച്ചു. അദ്ദേഹം മാറി നിന്നു. അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഈ സംഭവം ഷൗക്കാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീറിൽ വലിയ സഹബത്തിന്റെ ഉയർന്ന ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഭാഗമായി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അസ്ലഅ് റളിയല്ലാഹു അൻഹു അതിൽ ഇടപെടാതെ മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ പതിവ് പോലെയുള്ള അതിന്റെ ഒരു സെറ്റപ്പ് ശരിയാകാത്തതുകൊണ്ട് തങ്ങൾ ചോദിച്ചു, അസ്ലഅ്, ഇന്നത് എത്ര റാഹത്താകാത്ത, എന്താ അത് ശ്രദ്ധിച്ചില്ലയോ? എന്താ സ്നേഹപൂർവമായ ഒരു അന്വേഷണം. മഹാനായ സയ്യിദുനാ അസ്ലഅ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ എനിക്ക് കുളിക്കൽ നിർബന്ധമായ ഒരു സന്ദർഭത്തിലാണ് തങ്ങൾ എന്നോട് പറയുന്നത്. അപ്പൊ അങ്ങ് യാത്ര ചെയ്യുന്ന ഒരു ഒട്ടകത്തിന്റെ ഒട്ടകക്കെട്ടിൽ ഞാൻ കുളിക്കാൻ പാകത്തിൽ നിൽക്കുന്നൊരു സമയത്ത് അത് എൻ്റെ കൈകൊണ്ട് തൊടണ്ട എന്ന് ഞാൻ വിചാരിച്ച് മറ്റൊരാളെ കൊണ്ട് ഞാനത് ചെയ്യിക്കുകയായിരുന്നു. ഈ ഹൃദയത്തിന്റെ ഭാഷയാണ് നമ്മളിവിടെ വിലയിരുത്തേണ്ടതും കാണേണ്ടതും. ശരിക്കും ഈമാനികമായ മൂക്കിന്റെ ആ ഒരു താല്പര്യത്തോടുകൂടി അതിനെ മണത്ത് ആസ്വദിച്ച് സുഖിച്ച് സന്തോഷിച്ച് അതിലേക്ക് ലയിച്ചു ചേരേണ്ടത്. അസ്ലഅ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്ലഅ്, ഇത് ഖുർആനിന് വിരുദ്ധമാണ്, ഇത് ഹദീസിന് വിരുദ്ധമാണ്, എന്റെ ചര്യയ്ക്ക് ഇത് നിരക്കാത്തതാണ്. കാരണം ജനാബത്തുള്ളപ്പോൾ നിസ്കരിച്ചുകൂടാ എന്ന് പറയുന്നത് ശരിയാണ്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. മറ്റ് കുളി അനിവാര്യമായ മറ്റു കാര്യങ്ങളൊക്കെ അത് ബാധകമാണ്. പക്ഷേ തങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട ഒരു ഒട്ടകത്തെ തൊടുകയും ആ ഒട്ടകക്കട്ടിലെ സ്പർശിക്കുകയും ചെയ്യുന്നത് പോലും ശുദ്ധിയുള്ളൊരു സമയത്ത് ഒഴിവാക്കി നിർത്താനുള്ള മഹാനായ സയ്യിദുനാ അസ്ലഅ് റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാൻ അവരുടെ ഈമാനികമായ ഒരു ആവേശം എന്ന് പറയുന്നത് അതിന്റെ ഒറ്റ ഭാഷ അതിനുള്ളൂ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, ആദരവ്. സത്യത്തില് ഘോഷയാത്രയുടെ ഭാഷയും ഈ സ്നേഹവും ഈ ആദരവുമാണ്. നമ്മുടെ നബിദിനത്തിന്റെ ചോറ് നമ്മുടെ വീടുകളിൽ വാങ്ങിക്കൊണ്ട് വന്ന് എന്നും ഇറച്ചിയും ചോറും വയറ് നിറച്ച് തിന്നാറുള്ള നമ്മൾ നബിദിനത്തിന്റെ അന്നത്തെ പള്ളിയിൽ മൗലിദ് കഴിഞ്ഞ് തരുന്ന ഭക്ഷണം എത്ര ബഹുമാനത്തോടെയാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീജനങ്ങൾ, നമ്മുടെ ഉമ്മമാർ എത്ര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അത് കഴിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അസ്ലഅ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വീണ്ടും ലോകത്ത് ആവർത്തിക്കുകയാണ്. ഒരു കാര്യം ശരിയാണ്, ഈ ഒരു സ്നേഹം അല്ലാഹുവിനടുക്കൽ പ്രതിഫലാർഹമായ കർമ്മമാണ് എന്ന കാര്യം ലോകത്ത് ഒരു മുസ്ലിമിന് രണ്ടാമത്തെ അഭിപ്രായമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ സ്വയസിദ്ധമായ ഭാഷയിൽ തിരിച്ചും മറിച്ചുമൊക്കെ എഴുതിയതിനിടയിലും അദ്ദേഹം പറഞ്ഞു, നബിദിനാഘോഷം, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നബിദിനാഘോഷത്തെ സംബന്ധിച്ച്. അപ്പുറം ഇപ്പുറമൊക്കെ അദ്ദേഹം അഭിപ്രായം ഉണ്ടാകാം. അദ്ദേഹം പറഞ്ഞു, ലഹു അജ്റുൻ അദീം,
നബിദിനാഘോഷത്തിന് അളീമായ അജറുണ്ട്, മഹാപ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. വലിയ വണ്ണമേറിയ അളക്കാൻ പറ്റാത്ത തൂക്കാൻ പറ്റാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് നബിദിനാഘോഷം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നബിദിനാഘോഷത്തിന് അജറുണ്ടെന്ന് ഞാൻ പറയുന്നത്, അതിന് അദ്ദേഹം ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചിട്ടില്ല. ഈ തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു താഴെ ഏതെങ്കിലും പുണ്യമായ ഒരു ഹദീസിനെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. ഇസ്ലാമിക ലോകത്തെ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ തബഉ താബിഈകളുടെ അയിമ്മത്തുകളുടെ അഭിപ്രായത്തെയും അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. അതിനിടയിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ലിഹുസ്നി ഖസ്ദിഹി വതഅളീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിദിനാഘോഷത്തിന് പ്രതിഫലമുണ്ടെന്നും അളക്കാനും തൂക്കാനും പറ്റാത്ത അതിഭയങ്കരമായ പ്രതിഫലമുണ്ടെന്നും ഞാൻ പറയുമ്പോൾ അതിന്റെ ആത്മാവായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് ചെയ്യുന്ന മനുഷ്യന്റെ ഉദാത്തമായ താല്പര്യവും മാനസിക വ്യവഹാരവും അത് കാണാതിരിക്കാൻ പറ്റില്ല. ചെയ്യുന്നത് നബിതങ്ങളോടുള്ള ബഹുമാനം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിലൊരു ശീലമുണ്ട്. ഈ ഘോഷയാത്ര വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകൾ മിഠായി വാങ്ങി കാത്തു നിൽക്കും. നമുക്കൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലും പെണ്ണുങ്ങൾ 2 ദിവസം മുമ്പേ ശല്യം തുടങ്ങും, മിഠായി വാങ്ങിച്ചിട്ടില്ല എന്ന് പറയും. എല്ലാവരുടെയും ഒരു വികാരമാണത്. എന്നിട്ട് കുട്ടികളുടെ ഘോഷയാത്ര വരുമ്പോൾ അത് മുതിർന്ന ആണുങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളോ കൊണ്ടുപോയി അവരുടെ വീടിന്റെ പരിസരങ്ങളിൽ തന്നെ വലിയ ഉദാത്തമായ അതിന്റെ നന്മയും ബറക്കത്തും പ്രതീക്ഷിച്ച് ആ കുട്ടികൾക്കൊക്കെ മിഠായി കൊടുക്കുന്ന ഒരു ശൈലി നമ്മുടെ നാടുകളെല്ലാം വ്യാപകമാണ്. സത്യത്തിൽ ഇവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ആദരവുമാണെന്നും അത് പ്രതിഫലാർഹമാണ് എന്ന കാര്യത്തിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് രണ്ടാമത്തെ അഭിപ്രായമില്ലെന്നും ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായം ഉൾപ്പെടെയുള്ളത് നോക്കി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ ഒരു ഭാഗത്തുള്ള സംഗതിയാണ്. എന്നാൽ നബിദിനാഘോഷം എന്ന നിലയ്ക്ക് ഒരാഘോഷം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മതപരമായ വിധി എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഒരു നബിദിനാഘോഷത്തിന്റെ വിധി? എന്താണ്? നബിദിനാഘോഷം ഒരു കർമ്മമാണല്ലോ. ഏതൊരു കർമ്മത്തിനും ഇസ്ലാമിൽ ഒരു വിധി ഉണ്ടാകുമല്ലോ. ഏതെങ്കിലും നിയമം വേണ്ടേ? ഒന്നിരിക്കൽ അത് ഫർളാണെന്ന് പറയണം, അല്ലെങ്കിൽ സുന്നത്താണെന്ന് പറയണം, അതല്ലെങ്കിൽ പിന്നെ അതിനനുസൃതമായി ഇസ്ലാമിന്റെ വിധികളിൽ ഏതെങ്കിലും ഒന്ന് ഈ കർമ്മത്തിന് ബാധകമാകണ്ടേ? ഒരു കർമ്മം എന്ന നിലയ്ക്ക് നബിദിനാഘോഷം ഒരു പ്രവർത്തനമാണ് എന്ന നിലയ്ക്ക് നബിദിനാഘോഷത്തിന്റെ വിധിയും തീരുമാനവും നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ മദ്ഹബിന്റെ കിതാബുകളിലാണ്, മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ വാക്കുകൾക്ക് മുമ്പിലാണ്. ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആടിനെ വേറൊന്നാക്കുക, അതിനെ പിന്നീട് പ്രാന്തുള്ളതാക്കുക, പിന്നെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് നമ്മുടെ കാര്യത്തിലൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പൊതുവെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മുടെ മുമ്പിൽ ഓടി വന്നിട്ട് ഈ നബിദിനത്തിന് എവിടെയാ മുസ്ലിയാരെ ഖുർആനായത്തെന്ന് ചോദിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഈ നബിദിനാഘോഷത്തിന് ഒരു ഹദീസിന്റെ തുണ്ടെങ്കിലും കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മളൊന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ. നമ്മുടെ ഒളുവിന്റെ ഷർത്തും ഫർദും ഇങ്ങനെ തർത്തീബായിട്ട് ഈ തർത്തീബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഏത് ഖുർആനായത്തിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഒക്കെ ഒരു തെളിവ് കണ്ടെത്തി വിധി പറയാൻ പ്രാപ്തരായിരുന്നെങ്കിൽ നമ്മളൊക്കെ മദ്ഹബിന്റെ പുറകെ നിന്ന് തഖ്ലീദ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നബിദിനാഘോഷം എന്നത് ആത്മാഭിമാനത്തോടെയും ആത്മധൈര്യത്തോടെയും ബഹുമാനപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാർക്ക് അത് അറിയും, മുതഅല്ലിമീങ്ങൾ എടുക്കേണ്ട നിലപാട് ഒരു കർമ്മം എന്ന നിലയ്ക്ക് ഈ വിഷയത്തെ സമീപിക്കേണ്ടത് കർമ്മശാസ്ത്ര വിധികളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന ഉറച്ച ആത്യന്തികമായ നിലപാടിലേക്ക് എത്താൻ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് സാധിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിക്കാഹിന്റെ നമ്മൾ നേരിടുന്ന മസലകൾ ഉൾപ്പെടെ, തഹ്കീമിന്റെ മസലകൾ ഉൾപ്പെടെ, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന 100,000 10,000 മഹല്ല് പ്രശ്നങ്ങൾ ഉൾപ്പെടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ മഹല്ലിലെ ജനങ്ങളോട് സംസാരിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും? ലോകത്ത് കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളായി കഴിഞ്ഞുപോയ ഉലമാക്കളുടെ മുഴുവനും ഏറ്റവും ഉദാത്തമായ ജീവിത ശൈലിയായിരുന്നു കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങളിൽ മദ്ഹബിന്റെ നിലപാടുകൾക്കനുസരിച്ച് മാത്രം നിയമം പറയുക എന്നത്. ഇക്കാര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടവരോ നമ്മൾ പിന്നോക്കം നിൽക്കേണ്ടവരോ ന്യൂനപക്ഷമോ അതല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ അല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹയെ പോലെയുള്ള ഖുർആൻ പണ്ഡിതന്മാരൊക്കെ ഏതെങ്കിലും മദ്ഹബ് തഖ്ലീദ് ചെയ്തവരല്ലേ? ബഹുമാനപ്പെട്ട ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഓതുന്ന
ഓതുന്ന കാലം മുതൽക്ക് കേൾക്കുന്ന കാര്യമാണ്. ബഅദുൽ മസായിലിൽ അദ്ദേഹത്തിന് ഇജ്തിഹാദ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആത്യന്തികമായി ബഹുമാനപ്പെട്ട ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബ് തഖ്ലീദ് ചെയ്ത ആളായിരുന്നു. ധാരാളം പഠനങ്ങൾ ആ വിഷയത്തിൽ മാത്രം നടന്നിട്ടുണ്ട്. നമ്മൾ ലോകത്ത് കേട്ടിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ ആയിട്ടുള്ള 4 മദ്ഹബിന് ശേഷം ജീവിച്ചിരുന്ന ഉലമാക്കൾ മുഴുവനും ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആകാശം മുട്ടയെന്നല്ല ആകാശം ഭേദിക്കുമാർ വൈജ്ഞാനിക മേഖലയിൽ ഉയർന്നു നിന്നവർ മുഴുവനും ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ എന്നല്ല ഷാഫിഈ മദ്ഹബിന്റെ സഹാബായി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി ഫിദ്ദാറിൻ മഹാനവറുകളെ തഖ്ലീദ് ചെയ്ത് ജീവിച്ചവരല്ലേ. ആ മഹാരഥന്മാർ കടന്നുപോയ സ്വർണ്ണ രാജിയുള്ള സ്വർണ്ണ വീഥികളിലാണ് സത്യത്തിൽ മുസ്ലിമീങ്ങളായി നമ്മൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. നബിദിനാഘോഷം എന്ന് പറയുന്നത് കർമ്മമാണ്. മൗലിദ് പാരായണം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, ഘോഷയാത്ര എന്ന പ്രവർത്തനം ചെയ്യുക, കൊടികളോ തോരണങ്ങളോ പുതിയ രീതിയിൽ ലൈറ്റുകൾ സംവിധാനിക്കുക, ഇതൊക്കെ പ്രവർത്തനങ്ങളാണ്. ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഈ വിഷയത്തിന്റെ ഒരു പ്രാമാണികമായ രേഖകൾ നമ്മൾ കണ്ടെത്തേണ്ടത് മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ അഖ്വാലുകളിൽ നിന്ന്, അവരുടെ കിതാബുകളിൽ നിന്ന്, മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മഹാന്മാരായ ഇമാമിയങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി മറ്റ് ഇമാമിയങ്ങൾ പിന്നാലെയും എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്റുൽ ഇജ്തിമാഇ ലിഇൽഹാരി ശിആരിൽ മൗലിദ് മൻദൂബും വഖുർബത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജനനം എന്ന ശിആർ, ദീനിന്റെ ശിആർ എന്ന് പറയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിആർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അല്ലാഹു തആല നബിയും റസൂലും നമ്മുടെ വിമോചകരും നമ്മുടെ ഷാഫിഉമായി ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തേക്ക് അയച്ചതാണെങ്കിൽ ആ നബി തങ്ങളുടെ വിലാദത്ത് ആ ദിവസം എന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ശിആർ അത് മാലോകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അത് തുറന്ന് അതിന്റെ പരിപാടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന സംഗതി അടിസ്ഥാനപരമായി തത്വത്തിൽ ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് മന്ദൂബായ പ്രതിഫലാർഹമായ കാര്യമാകുന്നു. ഈ മന്ദൂബ് എന്ന് പറയുമ്പോൾ തന്നെ മുമ്പൊരു മന്ദൂബ് എന്ന് പറഞ്ഞൊരു സദസ്സിൽ ഒരു ആളൊരു ചോദ്യം ചോദിച്ചു, ഉസ്താദെ മന്ദൂബ് എന്ന് തന്നെയാണോ? ആ മന്ദൂബാണ്. അപ്പൊ ഉടനെ അദ്ദേഹം ചോദിച്ചു, എന്നാ പിന്നെ ഏത് ഹദീസിലാണ് ഈ മന്ദൂബാണ് എന്നത്, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഹദീസിൽ ഒന്നാണ് സുന്നത്ത് എന്നാണ് പൊതുവെ ആ സദസ്സിൽ അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ദൂബ് എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വന്നതും മന്ദൂബാകാം, ചിലപ്പോഴൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ ചില അംറുകളും അങ്ങനെയാകാം. പക്ഷെ മന്ദൂബ് എന്ന് പറഞ്ഞാൽ അത് മഹാരഥന്മാരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് ചെയ്ത് നിർബന്ധമല്ലാതെ പ്രതിഫലാർഹമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന സാങ്കേതിക ഭാഷയാണല്ലോ. അതാണല്ലോ ചെയ്താൽ കൂലി കിട്ടുന്ന കാര്യമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതൊരു മന്ദൂബായ അമലാണ്, പ്രതിഫലാർഹമായ കർമ്മമാണ്. വഖുർബത്തുൻ, ഇതൊരു അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ പര്യാപ്തമായ മഹത്തായ ഒരു അമലാകുന്നു. ഫയുസ്തഹബ്ബു ലനാ അയ്ളൻ, നമുക്കും സുന്നത്താണ്. നമുക്കും എന്ന് പറയുമ്പോൾ തൊട്ടു മുമ്പ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വന്നതിന്റെ പുറകെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഫയുസ്തഹബ്ബു ലനാ അയ്ളൻ, നമുക്കും സുന്നത്താണ് ഇൽഹാറു ശുക്രി ബിമൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് അല്ലാഹു നമുക്ക് അയച്ചു തന്നതിന്റെ ആ ജന്മദിനത്തിൽ അതിന്റെ ശുക്ർ, നന്ദി അല്ലാഹുവിന് വേണ്ടി അതിനെ വെളിപ്പെടുത്തുക. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ കൽബിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമായില്ലല്ലോ, അതും പറ്റും. അതിന് ഇൽഹാർ ചെയ്യൽ നമുക്കും സുന്നത്താണ്. എങ്ങനെയൊക്കെ ഇൽഹാർ ചെയ്യാം? ബിൽ ഇജ്തിമാ, അതിനുവേണ്ടി സംഘടിക്കുക, ആളുകൾ കൂടുക, ഖുർബത്തുകൾ ചെയ്യുക, സന്തോഷ പ്രകടനങ്ങൾ നടത്തുക, ശരീഅത്തിന് വിരുദ്ധമാകാത്ത വിധത്തിലുള്ള സന്തോഷപരമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയും സദാചാരപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധമായ നബിദിനത്തിന്റെ ശിആർ, ദീനിന്റെ ഏറ്റവും വലിയ ചിഹ്നം, അത് മുസ്ലിമീങ്ങൾക്ക് മുമ്പിലും അമുസ്ലിമീങ്ങൾക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും നമ്മുടെ സാധാരണക്കാർക്കിടയിലും ഒക്കെ പ്രകടിപ്പിക്കുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഈ ദിനത്തിന്റെ ബഹുമാനം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് സദാചാരമാണ്, സൽക്കർമ്മമാണ്, സുന്നത്താണ്. ഇത് പറഞ്ഞിട്ട് തൊട്ടു താഴെ ബഹുമാനപ്പെട്ട ഇമാം
സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന് പ്രധാനമായി രണ്ട് തെളിവുകൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയ തെളിവ് അവർ പറയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഞാനത് വിശദമായി പറയാതെ ചുരുക്കി പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നജാത്തുമായി ബന്ധപ്പെട്ട് ജൂതന്മാർ നോമ്പ് പിടിച്ചത് ആശുറ നോമ്പും ആയി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്നതും പറയുന്നതുമായ കാര്യമാണ്. മദീന മുനവ്വറയിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇന്ന് നോമ്പ്? അപ്പൊ പറഞ്ഞു, അഗ്റഖല്ലാഹു ഫിർഔന, അല്ലാഹു ഫിർഔനിനെ മുക്കിക്കൊല്ലുകയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു നന്ദി സൂചകമായി അന്ന് മുതൽ ഇന്നോളം നോമ്പെടുത്തു വരികയാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജൂതന്മാർ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അങ്ങനെയാണെങ്കിൽ മൂസാ നബിയുടെ ശരിയായ ദീന്, അതേപോലെ അതിന്റെ തൗഹീദും അതിന്റെ ശരിയായ റിസാലത്തിന്റെ താല്പര്യവും നിലനിർത്തിക്കൊണ്ടുപോകുന്ന മുസ്ലിമീങ്ങൾക്കാണ് നിങ്ങളെക്കാളും എന്തുകൊണ്ടും ആ കാര്യത്തിൽ യോഗ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറയുകയും ചെയ്തു. ഇരിക്കട്ടെ, ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിൽ നിന്ന് പറഞ്ഞൊരു ന്യായം, ഫയുസ്തഫാദു മിൻഹു, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഫിഅലു ശുക്രി ലില്ലാഹി അലാ മാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യൻ, ഒരു ക്ലിപ്തമായ ദിവസത്തിൽ, ഒരു നിശ്ചിതമായ ദിവസം എന്ന് പറഞ്ഞാൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആ ദിവസത്തിൽ അതിന്റെ പേരിൽ ശുക്ർ രേഖപ്പെടുത്തുക എന്ന സംഭവം അത് സ്വീകാര്യമായ ഒരു സംഭവമാണെന്ന് ചരിത്രത്തിൽ വായിക്കാം. എന്തുകൊണ്ട്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പരശതം വർഷങ്ങൾക്കപ്പുറം അവരുടെ നജാത്തുണ്ടായി എന്ന മഹത്തായ അനുഗ്രഹത്തിന് ഇപ്പോഴും ശുക്റായിട്ട് മുസ്ലിമീങ്ങൾ നോമ്പെടുത്ത് വരുന്നുണ്ടല്ലോ എങ്കിൽ ആ ശുക്ർ അതേന് സമാനമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ പരിശുദ്ധമായ തിരുജന്മം അതുണ്ടായ ദിവസത്തിൽ അതിന് ശുക്റായി മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുന്നതും. അതുകൊണ്ട് ഫൈസ്തഫാദു മിൻഹു, നോമ്പ് എന്നല്ല, ഫിഅലു ശുക്രി ലില്ലാഹി അലാ മാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യൻ മിൻ നിസ്ദാഇ നിഅമത്തിൻ ഔ ദഫഇ നിഖ്മത്തിൻ, ഏതെങ്കിലും ഒരു അനുഗ്രഹം ലോകത്തുണ്ടായാൽ, ഏതെങ്കിലും ഒരു വലിയ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി നമ്മൾ രക്ഷപ്പെട്ടാൽ ഇതിനൊക്കെ അല്ലാഹുവിന് ശുക്ർ രേഖപ്പെടുത്താം. എന്ന് മാത്രമല്ല, വയുആദു ദാലിക ഫീ നളീരി ദാലികൽ യൗം മിൻ കുല്ലി സനത്തിൻ, ഇത് ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ വർഷം അന്ന് ജീവിച്ചിരുന്ന ഏതെങ്കിലും ആളുകൾക്ക് മാത്രമല്ല, ഈ റബീഉൽ അവ്വൽ 12 എന്നത് ആവർത്തിച്ച് വരുന്ന വർഷങ്ങളിലൊക്കെ അതേ സെയിം ഡേ ആവർത്തിച്ച് വരുമ്പോഴെല്ലാം അതിന് ശുക്റായിട്ട് ചെയ്യുക. ഇതിനെ മറുപടി പറയാൻ വേണ്ടി ഇവിടുത്തെ വഹാബികൾ ചെയ്തത് എന്താണ്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്നാണെന്ന് അറിയാൻ പാടില്ലാത്ത വിധം ഒരു അവ്യക്തമായ സംഗതിയാണെന്ന് പറയാനുള്ള ഒരു നികൃഷ്ടമായ മനസ്സാണ് വഹാബികൾ അതിനോട് കാണിച്ചത്. റബീഉൽ അവ്വൽ 12 ആണെന്നും പറയാൻ പറ്റില്ല. എവിടെ നിന്നൊക്കെയോ കുറെ അഭിപ്രായങ്ങൾ. ഒരു ചരിത്രത്തെ സമീപിക്കുന്നതിനൊരു മാനദണ്ഡമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ തല ഉയർത്തി നല്ല അഭിമാനകരമായ ആത്മവിശ്വാസത്തോടെ ഈ തിന്മകളെ പ്രതിരോധിക്കുകയും നേരിടുകയും നമ്മുടെ സഭ്യമായ ഭാഷയിൽ മാന്യമായി അതിനോട് മറുപടി പറയുകയും ചെയ്യാനുള്ള ഒരാണത്തമാണ് സത്യത്തിൽ ഇനി ഇപ്പോഴുള്ളതുപോലെ ഇനിയും കൂടുതൽ വളർത്തിയെടുക്കേണ്ടത്. വഹാബികൾ പറഞ്ഞു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്നാണെന്ന് പോലും അറിയാത്ത വിധം അവ്യക്തമാണെന്ന് പറഞ്ഞു. എന്തിന്? അതിവിടെ റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ശരിയല്ല എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഇടപാടാണ്. ക്രൂരമായ ചരിത്രത്തോട് പോലും പല്ലിളിച്ച് കാണിക്കുന്ന ഈ വൃത്തികേടുകളുടെ പേരാണ് വഹാബിസം എന്ന് പറയുന്നതും. വഹാബി ആശയം ആരെല്ലാം മനസ്സിലുണ്ടോ അവരുടെ എല്ലാം വഴികൾ ഈ വഴികളാണ്. ഇത് മഹാതിന്മയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഈ നജാത്തിന്റെ സംഭവത്തെയും അതിന്റെ ഹദീസിനെയും അതിന്റെ ശുക്റായിട്ടുള്ള നോമ്പിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് സമാനമായൊരു സംഭവം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 ശുക്ർ രേഖപ്പെടുത്തുക. പിന്നെ ശുക്ർ എന്ന് പറയുന്നതിന് പല രീതികളുണ്ട്. ബഹുമാനപ്പെട്ടവർ അതിന് പല രൂപങ്ങൾ വിശദീകരിച്ചു. വഅയ്യു നിഅമത്തിൻ അഅളമു മിന നിഅമത്തി ബിബുറൂസി ഹാദൻ നബിയ്യിർ റഹ്മത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക്കൽ യൗം വഅലാ ഹാദാ ഫയംബഗി അൻ യതഹറൽ യൗമ ബിഐനിഹി. അതുകൊണ്ട് തന്നെ ഫയംബഗി, ഏറ്റവും ചുരുങ്ങിയത്
വളരെ കണ്ണിലെണ്ണ ഒഴിച്ചതുപോലെ താല്പര്യപൂർവ്വം അന്വേഷണാത്മകമായി എന്നാണ് റബീഉൽ അവ്വൽ 12 എന്നതിന്റെ പിറ മുതൽ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് അതേ ദിവസം തന്നെ അതിന് ശുക്ർ രേഖപ്പെടുത്തൽ ഏറ്റവും നല്ല പുണ്യകർമ്മമാകുന്നു, മത്ലൂബായ കാര്യമാകുന്നു, പുണ്യകർമ്മമാകുന്നു. അപ്പൊ റബീഉൽ അവ്വൽ 12-ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉലമാക്കൾ തെളിവുദ്ധരിച്ചത്, തെളിവ് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും കണ്ടെത്താനുള്ള നമ്മുടെ അപ്രാപ്യതയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും മഹാരഥന്മാർ പറഞ്ഞത് ചൂണ്ടിക്കാണിക്കാനാണ് ഈ സമയം ഞാൻ ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു താഴെ നമുക്കെല്ലാം അറിയുന്നത് പോലെ മറ്റൊരു സംഭവം കൂടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖ അറുത്തിരുന്നു. തങ്ങളുടെ പേരിൽ തങ്ങൾ അഖീഖ അറുത്തിട്ടുണ്ട്. ഈ ഹദീസ് ബൈഹഖിയൊക്കെ നിവേദനം ചെയ്ത ഈ ഹദീസ് സഹീഹാണെന്ന്, അതിന്റെ സനദ് സഹീഹാണെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അസ്തലാനി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ആ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടിയതിനു ശേഷം അഖീഖ അറുത്തു. സത്യം പറഞ്ഞാൽ അഖീഖ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ 7-ാം നാൾ അവിടുത്തെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ഈ അമൽ ചെയ്തിരുന്നു എന്ന് ചരിത്രമാണ്, വസ്തുതയാണ്. എന്നിരിക്കെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്നുകൂടി ആവർത്തിച്ചു. വൽ അഖീഖത്തു ലാ തുആദു മറത്തൻ സാനിയ. സത്യത്തിൽ ഇസ്ലാമിൽ അഖീഖ എന്ന് പറയുന്നത് കൊല്ലം അറക്കുന്ന ഇടപാടല്ലല്ലോ. അഖീഖ കൊല്ലം അറക്കാറുണ്ട്, ഒരു പ്രാവശ്യം അറക്കാറുള്ളൂ, ഒരു പ്രാവശ്യം. അത് പണ്ട് അബ്ദുൽ മുത്തലിബ് അറുത്തുപോയതാണ്. അപ്പൊ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഫയുഹ്മലു ദാലിക, അതിനിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു ഫയുഹ്മലു ദാലിക അലാ അന്നല്ലദീ ഫഅലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ രണ്ടാമത് നുബുവത്തെല്ലാം കിട്ടി നബിയായതിനു ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഖീഖ അറുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന ഇൽഹാറുൽ ലിശ്ശുക്രി അലാ ഈജാദില്ലാഹി ഇയാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. തന്നെ അവിടുത്തെ റഹ്മത്തുൽ ലിൽ ആലമീനായി ലോകത്തേക്ക് അല്ലാഹു തആല അയച്ചതിന്റെ നന്ദിയായിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അമൽ ചെയ്തു എന്നാണ് ഇതിനെ വായിച്ചെടുക്കേണ്ടത്. മാത്രവുമല്ല വതശ്രീഉൽ ഉമ്മത്തി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുക്ർ രേഖപ്പെടുത്തി എന്നതിന്റെ തെളിവാണ്. വതശ്രീഉൽ ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്തിന് ഇത് ഒരു നിയമമാക്കി പഠിപ്പിച്ചു കൊടുക്കുകയുമായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിയമമായി പഠിപ്പിച്ചു കൊടുക്കുക, നിബിതങ്ങൾ ജനിച്ചതിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. തശ്രീഉൽ ഉമ്മത്തിഹി, ഉമ്മത്തിന് ശറഅാക്കി നിശ്ചയിച്ചു കൊടുക്കുകയാണ് ഈ കാര്യം. കമാ യുസല്ലി അലാ നഫ്സിഹി ലിദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മേൽ തന്നെ സ്വലാത്തുകൾ ചൊല്ലി, വെള്ളിയാഴ്ച ആയാൽ മറ്റ് സന്ദർഭങ്ങളായാൽ സ്വലാത്തുകൾ ചൊല്ലി പഠിപ്പിച്ച് കാണിച്ച് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയതുപോലെ ഈ അഖീഖ അറവ് എന്ന് പറയുന്ന മഹത്തായ ഈ അമലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചത്, ചെയ്തത് തന്റെ ജനനത്തിൽ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുകൃത കർമ്മമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ അടിസ്ഥാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ പേരിലുള്ള ആ ശുക്ർ രേഖപ്പെടുത്തുക എന്നത് എല്ലാ നബിദിനങ്ങളിലും നമ്മൾ ചെയ്യുന്നതിന് അടിസ്ഥാനമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിശദീകരിച്ചു. അപ്പൊ ചുരുക്കത്തിൽ ഒരു കർമ്മം എന്ന നിലയ്ക്ക് കർമ്മശാസ്ത്രപരമായ ഇതിന്റെ വിധികളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ കർമ്മശാസ്ത്രപരമായ വിധികളിൽ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിൽ ഈ ആഘോഷങ്ങളും മൗലിദ് പാരായണം, അന്നദാനം ഉൾപ്പെടെയുള്ള ഇടപാടുകളൊക്കെ നടത്തുന്നത് സുകൃതമാണ്, നല്ല കാര്യമാണ്, പ്രതിഫലാർഹമാണ് എന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചു. മുഖല്ലിദുകളായ നമ്മൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മറ്റെല്ലാ കാര്യത്തിലും ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ ഈ വിഷയത്തിലും ഒരു മദ്ഹബിന്റെ നിലപാടുമായി മുന്നോട്ട് പോകണം. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നു കാണുന്ന വിധമുള്ള വിപുലമായ നബിദിനാഘോഷ പരിപാടികൾ പിന്നീടാണ് ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെടുകയും ആ നിലയ്ക്ക് വളരെ സമൃദ്ധവുമായി വളരെ ഉജ്ജ്വലമായി അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന രൂപങ്ങൾ ഉണ്ടായി വന്നത്. ഇമാമിങ്ങൾ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഇത് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ നമുക്ക്, ഉലമാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ സമുദായം യാതൊരു വിധത്തിലുള്ള നന്മയും ചെയ്തുകൂടാ. അന്നത്തെ പോലെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയും അന്നത്തെ പോലെ നിരത്ത് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അന്നത്തെ പോലെ പണ്ടിവിടെ വിമർശനം പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞതുപോലെ ഒട്ടകപ്പാൽ മാത്രം കഴിച്ച്
കഴിച്ച് ജീവിക്കുകയും ചെയ്യുക. അതിൽ പരമുള്ള യാതൊരു മാറ്റത്തിനും ഇസ്ലാമിക സമൂഹം വിധേയപ്പെടാൻ പാടില്ല എന്ന നിലപാട് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഇല്ല. നമ്മൾ അങ്ങനെയല്ലേ ഒന്ന് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ശേഷം യാതൊരു സംഗതിയും ഈ സമുദായം പുതുതായി ഉണ്ടാക്കരുത് എന്ന നിർദ്ദേശം ഖുർആൻ ശരീഫിലോ തിരുസുന്നത്തിലോ എവിടെയെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു തെളിവ് കാണിക്കാനേ പറ്റില്ല ഒരാൾക്ക്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ മിൻ ബഅദി വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅതൻ ഫലഹു വിസ്കാന അലൈഹി വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ മിൻ ബഅദി. ഈ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ കാലശേഷം ആരെങ്കിലും ഒരു പുതിയ ചര്യ, മൻ എന്ന് പറഞ്ഞാൽ ഈ മൻ ഒരു ആമിന്റെ മാനയ്ക്ക് ആമായ ലഫ്ളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ. ഈ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഏതെങ്കിലും ഒരാൾ. അതാണാകാം, പെണ്ണാകാം, കുട്ടിയാകാം, വെറുതാകാം, വലിയ ഉള്ള ആളുകളാകാം. ഖിയാമത്ത് നാളിന്റെ തലേ ദിവസം വരെ, അന്ന് രാവിലെ വരെ ഉണ്ടാക്കുന്ന ഏതൊരു മനുഷ്യനുമാകാം. മൻ ഏതെങ്കിലും ഒരാൾ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഇസ്ലാമിൽ സുന്നത്തൻ ഹസനത്ത് നല്ല കാര്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി ഒരാൾ ചെയ്താൽ അത് പ്രതിഫലാർഹമായ കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ബാക്കിയായി പറഞ്ഞു, ഇസ്ലാമിൽ ആരെങ്കിലും ഒരാൾ ഒരു ചീത്തയായ കാര്യമാണ് തുടങ്ങി വെക്കുന്നതെങ്കിൽ അയാൾക്ക് അതിന്റെ കുറ്റമുണ്ട്. അതിന്റെ പുറകെ ചെയ്യുന്ന, അത് കണ്ടു ചെയ്യുന്നവരുടെ ശിക്ഷയും അയാൾക്കുണ്ടാകും. നിങ്ങളൊന്ന് ശാന്തമായി നോക്കിയാൽ ഈ ഹദീസിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ വാക്കിൽ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം ഉണ്ടാകുന്ന സംഗതികളെ രണ്ടായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് തങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ഹദീസിന്റെ ലാഹിർ തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുന നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീഹിൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത് വസന്നി സുനനിൽ ഹസനാത്ത്. ആരെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ എന്ന വാക്കിൽ നിന്ന് നന്മ ചെയ്യാം എന്ന പ്രചോദനം ഈ ഹദീസിലുണ്ട്. ഫീഹിൽ ഹസ്സു, ഇതിൽ പ്രോത്സാഹനവും പ്രചോദനവും പ്രേരണയുമുണ്ട്. എന്തിന്? അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത്, പുതിയ കാര്യങ്ങൾ, ഇന്നലെ ഇല്ലാത്തത്, ഇന്നുവരെ ഇല്ലാത്തത്, ഇന്ന് രാവിലെ 10 മണി വരെ ഇസ്ലാമിക ലോകത്തില്ലാത്തത് പുതിയതായിട്ട് ഇപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കാം. പക്ഷെ സുന്നത്തുന് ഹസനത്താകണമെന്ന് മാത്രമേ ഉള്ളൂ. ഹസനത്തായ നന്മയുടെ, സദാചാരത്തിന്റെ, ശരീഅത്തിന് വിരുദ്ധമായ നിലപാടുകളില്ലാത്ത ശരിയായ ഹസനത്തായ രൂപമായിരിക്കണം. അതേസമയം ഇമാം നബവി റളിയല്ലാഹു അൻഹു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വത്തഹ്ദീറു മിൻ ഇഖ്തിറാഇൽ അബാതിലി വൽ മുസ്തഖ്ബിഹാത്ത്, ബാത്തിലായ കാര്യങ്ങളും ഖബീഹായ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഇന്നലെ വരെ ഇല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ബാത്തിലാകാൻ പാടില്ല, ഖബീഹായ കാര്യമാകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ ബഹുമാന്യരായ ഉലമാക്കളെ, ഈ ഖബീഹ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഈ കാര്യം ഖബീഹാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് അത് ഖബീഹാണെന്ന് ഒരാൾ പറഞ്ഞാൽ എന്താണ് അതിന്റെ മാനദണ്ഡം? ഒരാൾ ഖബീഹ് എന്ന് പറയണമെങ്കിൽ അതിനൊരു അടിസ്ഥാനം വേണ്ടേ? ഒരു അടിസ്ഥാനപരമായി അംറില്ലെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയത് മുബാഹ് എന്നെങ്കിലും പറയാൻ അവസരമുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം ഖബീഹാണെന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം അത് കറാഹത്ത്, ഹറാമിന്റെ താഴെ കറാഹത്തോ ഖിലാഫുൽ ഔല വരെ വരട്ടെ, അവിടെയെങ്കിലും ആയ ഒരു കാര്യമാകണ്ടേ. അത് ഖബീഹായ കാര്യമായി പോയി എന്ന് പറയണമെങ്കിൽ കറാഹത്തെങ്കിലും ആകണം ആ കാര്യം. ഇത് നമ്മൾ അങ്ങനെ തീരുമാനിക്കും. ഒരാൾ പുതുതായിട്ട് ഒരു പ്രവർത്തനം ചെയ്താൽ ആ പ്രവർത്തനം ഖുർആൻ ശരീഫ് നോക്കിയിട്ട് ഇത് ഖബീഹാണെന്ന് തീരുമാനിക്കാൻ ഇന്ന് മുസ്ലിം ലോകത്തിന് വഴിയുണ്ടോ? ഒരു കാര്യം ഖബീഹാണെന്ന് തീരുമാനിക്കാൻ ബഹുമാനപ്പെട്ട ഉലമാക്കളെ സുന്നത്ത് നോക്കി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ പിന്നെ ഖബീഹാണെന്ന് എങ്ങനെ? ഒരു പ്രവർത്തനത്തിന്റെ ഖുബൂഹ് അറിയണമെങ്കിൽ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ പറ്റൂ. അപ്പൊ ഒരു പ്രവർത്തനമാണെങ്കിൽ മദ്ഹബുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം. അപ്പൊ ആ പ്രവർത്തനം അല്ലെങ്കിൽ അതിന് സമാനമായി നമ്മുടെ അതിന്റെ ഒരു ഹുക്മ് കിട്ടാൻ വിധത്തിൽ എന്താണ് നമ്മുടെ ശരീഅത്ത്, നമ്മുടെ ഫിഖ്ഹ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പരിശോധിക്കണം. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കാര്യം പറയുന്നു. ഒന്ന്, നല്ല കാര്യങ്ങളൊക്കെ എന്റെ കാലശേഷം ഇല്ലാത്തതായി പുതുതായി തുടങ്ങിയാലും കുഴപ്പമില്ല, ഹസനത്തായിരുന്നാൽ മതി. രണ്ടാമത്തത്, എന്റെ കാലശേഷം തുടങ്ങുന്ന ഒരു പുതിയ പ്രവർത്തനമോ ഒരു പുതിയ ഏർപ്പാടോ ഖബീഹായിരിക്കാൻ പാടില്ല. നല്ല കാര്യമാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുകയും ചെയ്യും, ഖബീഹായ കാര്യമാണെങ്കിൽ അതിന് ശിക്ഷ കിട്ടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വളരെ വ്യക്തമായി ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ച് എന്റെ കാലശേഷം ഉണ്ടായതൊന്നും ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല.
ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഈ വിഷയത്തെ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിൽ എല്ലാ സഹാബത്തിനെയും വിളിച്ചുകൂട്ടി മഹാസംഘമുണ്ടാക്കി. പണ്ട് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 3 ദിവസം മാത്രം ഇമാമും ജമാഅത്തുമായി ചെറിയ വിധം നടന്നു കഴിഞ്ഞ് പിന്നീട് അത് ആവർത്തിക്കപ്പെടാതെ പോയ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പോലും ആവർത്തിക്കപ്പെടാതെ പോയ അതങ്ങനെ കടന്നുപോയൊരു സംഭവത്തെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പുനഃസംഘടിപ്പിച്ചു. എങ്ങനെ പുനഃസംഘടിപ്പിച്ചു? ഒരു ഇമാം ബഹുമാനപ്പെട്ട സയ്യിദുന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഇമാമാക്കി നിർത്തി മദീന മുനവ്വറയിലെ മുഴുവൻ ജനങ്ങളെയും എന്ന് പറയാൻ തക്കവണ്ണം ഒരു വലിയ സംഘത്തെ രൂപപ്പെടുത്തി അവിടെ ഇമാമും ജമാഅത്തുമായി തറാവീഹ് നിസ്കാരം പുനഃസംഘടിപ്പിച്ചു. അതുവരെയും ഒറ്റയും തെറ്റയും ചെറിയ ചെറിയ ജമാഅത്തും ഒക്കെ ആയിട്ട് അവിടെ നടന്നിരുന്നു നിസ്കാരം. ഇതൊരു വലിയ സംവിധാനമായി നടത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പള്ളിയിലേക്ക് വന്നപ്പോൾ ഈ ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞത്? നിഅമൽ ബിദഅത്തു ഹാദിഹി, നല്ലൊരു ചരി, പുതിയ പരിപാടി നന്നായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ ആബാലവൃദ്ധം ജനങ്ങളെ അല്ലെങ്കിൽ ആ നാട്ടിലെ മുഅ്ളമുന്നാസിനെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ജമാഅത്തായി ഒറ്റ ജമാഅത്തായി നടത്തിയ സംഗതി നല്ല കാര്യമാണ്. ഈ പുതിയ സംഗതി നല്ലതാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നു. സാധാരണ അറിയുന്ന കാര്യം. ജമുൽ ഖുർആനിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു ചർച്ച വളരെ രസകരമായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. സഹാബാക്കളൊക്കെ ഷഹീദായി ഇങ്ങനെ തുടർന്നപ്പോൾ ജമുൽ ഖുർആനിനെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു മുഷാവറ ചെയ്തു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അങ്ങ് ഖുർആനിനെ ജമ്മ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനോട് പ്രതികരിച്ചത് കൈഫ അഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചെയ്യാതെ പോയ ഒരു സംഗതി ഇനി നമ്മൾ എങ്ങനെ പുതുതായിട്ട് തുടങ്ങും എന്നാണ്. അതിന്റെ വിശദീകരണത്തിൽ കാണാം തങ്ങളുടെ കാലത്തില്ലാത്തൊരു പുതിയ കാര്യം ചെയ്യാനുള്ള മാനസികമായ വിഷമം കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത് എന്ന് കാണാം. അതിന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ പറഞ്ഞൊരു മറുപടി സഹീഹുൽ ബുഖാരിയിലുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വല്ലാഹി ഹാദാ ഖൈർ, വല്ലാഹി ഹാദാ ഖൈർ, അല്ലാഹുവിൽ സത്യം ഇതൊരു നല്ല കാര്യമാണ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നു ഇശ്ആറും ബിഅന്ന മിനൽ ബിദഇ മാ ഹുവ ഹസനുൻ, പുതിയ കാര്യമായി നമ്മൾ ചെയ്യുന്നത് എല്ലാം നിരാകരിക്കപ്പെടേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞാൽ എല്ലാം പിന്നെ ബാത്തിലാണ്, തെറ്റാണ് എന്ന നിലപാട് ശരിയല്ല. പുതിയ കാര്യങ്ങളിൽ നല്ല കാര്യമുണ്ട്, അത് ചെയ്യാമെന്നാണ്. പുതിയ കാര്യങ്ങളിൽ മോശമുണ്ട്, അത് മാത്രം ചെയ്യരുതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി ചുരുക്കത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷമുണ്ടാകുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹനാർഹമായും അതിനെ പ്രേരണാത്മകമായിട്ടും കാണണമെന്ന, നല്ല കാര്യമായി അതിനെ ഉൾക്കൊള്ളണമെന്ന നിർദ്ദേശമാണ് നമ്മളോട് കാണുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നൽ ബിദഅൽ ഹസനത മുത്തഫഖുൻ അലാ നദ്ബിഹാ. ഈ ബിദഅത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം അത് പ്രതിഫലാർഹമായ കാര്യമാണ്, അത് ചെയ്യാവുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ ഇത്തിഫാഖ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഇതിൽ എതിർപ്പില്ല. സുന്നത്തുൻ ഹസനത്തായ കാര്യങ്ങളെ ചെയ്യാമെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ തഫ്താസാനി റഹ്മഹുല്ലാ അവരുടെ ശറഹുൽ മഖാസിൽ എഴുതി ഒമിനൽ ജഹലത്തി, വിവരദോഷികളായ ചില ആളുകളുണ്ട്, അവർക്ക് ദീനിനെ കുറിച്ച് അറിയില്ല. അവര് പറയുന്നത് മൻ യജഅലു കുല്ല അംറിൻ ലം യകുൻ ഫീ സമനി സ്വഹാബത്തി ബിദ്അത്തൻ മദ്മൂമാ, സഹാബത്തിന്റെ കാലത്തില്ലാത്തൊരു പുതിയ സംഗതി വന്നാൽ അത് പിന്നെ ബിദ്അത്തും മദ്മൂമത്താണ്, നരകപ്രവേശിതമായ തിന്മയാണ് എന്ന നിലയ്ക്ക് അതിനെ കാണുന്നത് ജാഹിലീങ്ങളുടെ സ്വഭാവമാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പുതിയ കാര്യങ്ങളെ ഹസനത്തും സയ്യിഅത്തുമായി തിരിക്കുകയും അതിൽ ഹസനത്തിനെ ചെയ്യാമെന്നും സയ്യിഅത്തുകളെ ഒഴിവാക്കണമെന്നും പറയുമ്പോൾ ഏകപക്ഷീയമായി പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നിരാകരിക്കപ്പെടാവതല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് എന്താ? പറയുന്ന ഭാഷ തന്നെ എത്ര മോശമാണ്. പ്രവാചകൻ പറഞ്ഞതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ നമ്മളെല്ലാം ദർസിൽ പോകുന്ന കാലം മുതൽക്ക് പറയുന്നതാണ്, നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. ഒരു സയ്യിദിനെ കൂട്ടിയിട്ടല്ലാതെ സ്വലാത്തു ചൊല്ലിയിട്ടല്ലാതെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും പറയരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി നടക്കുന്ന പ്രചരണങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് ഹദീസുണ്ടോ? ഖുർആനിൽ ആയത്ത് കൊണ്ടുവരാമോ? സാധാരണ എല്ലാവരും പറയും ഇത് ഖിയാമത്ത് നാൾ
വരെയുള്ള ഒരു ചോദ്യമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നന്മകളെ പ്രോത്സാഹിപ്പിച്ച ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അങ്ങനെ പറഞ്ഞിട്ട് പറയും ആ നബിതങ്ങൾ എന്നാൽ പിന്നെ തന്റെ കാലശേഷം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു നബിദിനം ഉണ്ടാകുന്നത് അങ്ങക്ക് അറിഞ്ഞിട്ട് ഈ നബിദിനം ഒരു നല്ല കാര്യം പുറകെ ഉണ്ടാകാൻ പോകേണ്ട ഒരു നല്ല കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകൾ. സത്യം പറഞ്ഞാൽ അതിനൊരു മറുവശമില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള മിമ്പറിൽ നിന്ന് ദീർഘമായി പ്രസംഗിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ തിന്മകളെയും ചൂണ്ടിക്കാണിച്ചു. അവിടെ നിന്ന് ഒരു തിന്മകളെയും ചൂണ്ടിക്കാണിക്കാതെ വിട്ടുപോയില്ല എന്ന് സ്വഹാബത്ത് പറഞ്ഞ സുദീർഘമായ പ്രഭാഷണം അതുൾപ്പെടെയുള്ള മറ്റു ഹദീസുകളിലും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ തിന്മകളെ ചൂണ്ടിക്കാണിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിദിനം എന്നൊരു പരിപാടി ഈ സമുദായത്തിൽ പുറകെ ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല എന്ന് നിരോധിച്ച ഹദീസുകളുമില്ലല്ലോ. പ്രോത്സാഹിപ്പിച്ച ഹദീസുകളില്ലെങ്കിൽ നിരോധിച്ച ഹദീസുകളുമില്ല എന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം അതിന്റെ ഒരു നേർക്ക് നേരെയുള്ള ഒരു വായന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇത് മുബാഹെങ്കിലും ആകേണ്ട ഒരു സംഗതിയാണ് ഏറ്റവും ചുരുങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ മുബാഹ് എന്ന് പറയുന്ന സംഗതിക്ക് എന്താ തെളിവ്, എന്താ ന്യായമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംറും നഹിയും ഇല്ലാത്തതിനല്ലേ നമ്മൾ മുബാഹ് എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി മുബാഹ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ അഞ്ചാം തൂണ് ഇസ്ലാമിന് ഇല്ല എന്ന് പറയേണ്ടി വരില്ലേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് മാത്രമല്ല നിരോധിച്ചിട്ടില്ല എന്ന സംഗതി കൂടി നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടതും ഇസ്ലാമിക ലോകത്ത് സുന്നി ലോകത്ത് വ്യാപകമായി പറയപ്പെടുകയും ചെയ്ത ഒരാശയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എന്തിനേയും എതിർക്കുക എന്നത് ജാഹിലികളുടെ സ്വഭാവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ആര്? ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി റഹിമഹുല്ലാഹ് അവരുടെ അൽ മഖാസിദ്. പിന്നെ ബിദ്അത്ത് എന്ന് പറയുന്ന സംഗതിയാണ്. ബിദ്അത്ത് എന്നാണ് പറയുന്നത്. ബിദ്അത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമിങ്ങളെല്ലാം വിശദീകരിച്ച് നമുക്ക് പൊതുവെ ധാരണയുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ, ഹദീസിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അതിനെ ബിദ്അത്ത് എന്ന് വായിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നേർ വായന കൊണ്ട് നമ്മൾ കാണുന്ന ചുരുങ്ങിയ കൈവിരലുകളെ കൊണ്ട് എണ്ണിയെടുക്കാവുന്ന മസാലകൾ കഴിച്ചാൽ ബാക്കിയുള്ളതിനൊന്നും ഖുർആനിൽ വിധിയില്ല എന്ന് പറയേണ്ടി വരികയില്ലേ? അത് നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ? ഈ ഖുർആൻ ഷരീഫിൽ നേർ വായന കൊണ്ട് കാണാത്തതൊക്കെ ബിദ്അത്താണ്. ഹദീസുകളിൽ നേർ വായന കൊണ്ട് നേർക്ക് നേരെ ഒരു വായന കൊണ്ട് കാണാത്തതൊക്കെ ബിദ്അത്താണെന്ന് പറയാൻ നിന്നാൽ പിന്നെ ബിദ്അത്ത് ആക്കാനല്ലേ സമയം ഉണ്ടാവുള്ളൂ ഈ സമുദായത്തിൽ. അപ്പോഴവിടെ ബിദ്അത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സംഗതി പ്രമാണങ്ങൾക്ക് കടക വിരുദ്ധമാകാത്ത കാലത്തോളം അതിനെ ബിദ്അത്ത് എന്ന് വിളിച്ചുകൂടാ. ഒരു സംഗതി ഖുർആൻ ഷരീഫിന്റെ നിയമത്തിന് എതിരായി വന്നാൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ്. ഖുർആൻ ഷരീഫിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ടാണ്. ഈ ഖുർആൻ ഷരീഫിന്റെ നിയമങ്ങൾക്ക് എതിരാണ്. മുലായിലുൽ ഖാരി മിർഖാത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു അരപ്പേജ് വിശദീകരിച്ചു. ഈ ഖുർആൻ ഷരീഫിന് എതിരാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അത് ശരിയല്ലേ? അപ്പൊ ഇസ്തിംബാത്തിന് യോഗ്യതയുള്ള, ഗവേഷണത്തിന് യോഗ്യതയുള്ള ഒരു ഇമാമ് പറയണം, അല്ലെങ്കിൽ മദ്ഹബുകൾ പറയണം ഈ കാര്യം ഖുർആനിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയാത്ത കാലത്തോളം നേർ വായന കൊണ്ട് എങ്ങനെ ഒരു കാര്യത്തെ മദ്ഹബിന് വിരുദ്ധമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് പറയാൻ പറ്റും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്തതൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ പറയുമ്പോ എന്താണ് ഈ പറയുന്നതിന് ഇവർക്കുള്ള മാനദണ്ഡം എന്താണ്? ഇത് ഖുർആൻ വിരുദ്ധമാണ്, ഹദീസിനെതിരാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ആര് പരിശോധിക്കണം? നമ്മളെ പോലെയുള്ള പാവങ്ങളായ ആൾക്കാർ മദ്ഹബിനെ പിന്തുടർന്നല്ലാതെ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ കെൽപ്പില്ലാത്ത വർത്തമാനകാലത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും നാലാലൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യലല്ലാതെ മാർഗമില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ മദ്ഹബിന്റെ പുറകെ നിന്നത്. നമ്മൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മഹാരഥന്മാരായ ഉലമാക്കൾ മുഴുവനും ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ നബിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് എന്ന നേർ വായനയല്ല. അത് ഖുർആനിന് വിരുദ്ധമാണെങ്കിലേ, ഹദീസിന് വിരുദ്ധമാണെങ്കിലേ, ഇജ്മാഅയ പ്രമാണത്തിന് വിരുദ്ധമായെങ്കിൽ മാത്രമേ, ഇതിലേതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യത്തെ ബിദ്അത്ത് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മഹാരഥനായ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വനഫഅനാ ബിഹി ബിദ്ദാറിൻ മഹാനവർ എഴുതി. ലോകത്ത് നമ്മുടെ ഉസൂല്, കർമ്മശാസ്ത്രത്തിന്റെ നിദാന ശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്ത ദീക്ഷണാശാലി എന്ന മലയാള വാക്കിന് വല്ല അർത്ഥമുണ്ടെങ്കിൽ അതിന്റെ സമ്പൂർണ്ണ അർത്ഥവും നൽകപ്പെടേണ്ട ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ ഉസൂൽ
ഉസൂൽ മുഴുവനും ലോകത്തിന് വരച്ച് കാണിച്ച ആ നിയമങ്ങൾ മുമ്പിൽ നിന്നല്ലാതെ ഒരു ഉസൂൽ കണ്ടുപിടിക്കാൻ ഇവിടുത്തെ വിദഅത്തുകാർക്ക് സാധിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ആ ശാഫിഈ ഇമാം റളിയല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്ന ഉസൂൽ കൊണ്ടാണ് ശാഫിഈ ഇമാം പറഞ്ഞ നിയമത്തിനെതിരായിട്ട് ലോകത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ കണ്ടില്ല എന്നതുകൊണ്ടൊരു കാര്യം വിദഅത്തല്ല. ഖുർആനിൽ കണ്ടില്ല എന്നതല്ല ബിദഅത്തിന്റെ, നമ്മുടെ വായനയിൽ ഹദീസിൽ ഇല്ല എന്നതല്ല ബിദഅത്തിന്റെ പ്രമാണം, ഇജ്മാഇൽ ഇല്ല എന്നതല്ല നമ്മുടെ പ്രമാണം. നമ്മുടെ പ്രമാണം ഒരു കാര്യം ബിദഅത്താകണമെങ്കിൽ അത് ഖുർആനിലുള്ളതിന്റെ നേരെ വിപരീതമാകണം, ഹദീസിലുള്ളതിന്റെ നേരെ ഖിലാഫായി വരണം, ഇജ്മാഇന് ഖിലാഫായിട്ട് വരണം. ഒരു കാര്യം ഖുർആനിനും സുന്നത്തിനും ഇജ്മാഇനും ഇതിലേതെങ്കിലും ഒന്നിന് വിരുദ്ധമാണെന്ന് പറയാൻ നമ്മളെ കൊണ്ടാവില്ല, അത് പറയാൻ നമുക്ക് കേൾപ്പില്ല. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാമിനെ കൂട്ടുപിടിക്കണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഈ കറാഹത്തിലോ ഹറാമിലോ ഏകോപനം ഉണ്ടായാൽ മാത്രമേ ആ കാര്യത്തിൽ ബിദഅത്ത് വരികയുള്ളൂ എന്ന് മഹാന്മാര് പറഞ്ഞത്. കാരണം മുബാഹ നമുക്ക് അനുവദനീയമായി മാറ്റി നിർത്തേണ്ട കാര്യമില്ലേ? ഫർളായ കാര്യം കൽപ്പന വന്നു, സുന്നത്തും കൽപ്പന വന്നു, കൽപ്പനയില്ലാത്തൊരു മുബാഹ ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇനി മറുഭാഗത്ത് നിരോധിക്കപ്പെട്ട ഹറാമുകളും കറാഹത്തുകളും ഉണ്ടല്ലോ. ഇതിൽ മദ്ഹബുകൾക്കിടയിൽ ഏകോപനം ഉണ്ടായാൽ മാത്രമാണ് ഒരു കാര്യത്തെ സംബന്ധിച്ച്, ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്, ഒഴിവാക്കേണ്ട ബിദഅത്താകുന്നു എന്ന് പറയാൻ നിർവാഹമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും, മാത്രമല്ല ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അത് വ്യാപകമാണ്. കർമ്മശാസ്ത്രപരമായ ഭിന്നതകളുടെ പേരിൽ ബിദഅത്ത് ആരോപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് ഓരോരുത്തർക്കും ഓരോ ന്യായങ്ങളുണ്ട്. ഇന്നലെ രാത്രിയും അതിന് വ്യാപകമായ പ്രചരണങ്ങൾ നടന്നു നമ്മൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രപരമായി ഭിന്നത വരുന്ന വിഷയങ്ങളിൽ ശാഫിഈ മദ്ഹബിന്റെ ഒരു കാര്യത്തെ, ഒരു മസ്അലയെ ചൂണ്ടിക്കാണിച്ച് അത് ബിദഅത്താണെന്ന് ഹനഫികൾ പറയാൻ നിന്നാൽ അതിന് മലയാളം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ബഹുമാനപ്പെട്ടവരും അവരുടെ സ്വഹാബ് മുഴുവനും നമുക്ക് ആ വാക്ക് തന്നെ പറയാൻ പറ്റില്ല. ബിദഅത്ത് മദ്മൂമത്ത് എന്ന് പറഞ്ഞാൽ നരകപ്രവേശിതമായ തിന്മയാണ്. കുല്ല ബിദഅത്തുൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇതങ്ങനെ പറയാൻ പറ്റും? കർമ്മശാസ്ത്രപരമായ ഭിന്നിപ്പുള്ള വിഷയങ്ങളിൽ ഓരോരുത്തർക്കും അവരവരുടെ മദ്ഹബിന്റെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഏറിയാൽ ഇങ്ങനെ പറയാം, എന്റെ മദ്ഹബിൽ അത് സുന്നത്താണെന്നില്ല, ഞാനത് ചെയ്യുന്നില്ല. ആകട്ടെ, ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നം നിൽക്കല്ലേ? ഖൽഫൽ ഇമാം ഫാത്തിഹ ഓതൽ ഹറാമാണെന്ന് പഠിച്ചല്ലേ നമ്മൾ ഷാഫി മുസ്ലിയാക്കന്മാർ തന്നെ ഹനഫി മുസ്ലിയിൽ പോയി നിൽക്കിരിക്കുമ്പോൾ എന്തെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മളൊരാൾ ഇമാമ് നിൽക്കുക. ഒരു ഹനഫിയായ മൗലവി ഷാഫി മുസ്ലിം വന്ന് നിസ്കരിച്ചാൽ എന്താ പ്രശ്നം? ഇപ്പൊ മയ്യത്ത് നിസ്കരിക്കാൻ ചെല്ലുന്നിടത്തിൽ വലിയ വിഷയമാണ്. ഹനഫി മുസ്ലികളിൽ നമ്മൾ മയ്യത്ത് നിസ്കരിക്കാൻ പല ഉസ്താദുമാരൊക്കെ ആകുമ്പോൾ പലരും പോകേണ്ടി വരും. പല ഹനഫി മുസ്ലികളിലും ചെല്ലുമ്പോൾ അവിടുത്തെ ഇമാമുമാരാണ് അഖാരിബുകളെക്കാൾ ഔലയായിട്ട് ഇമാമ് നിൽക്കുന്ന അവിടുത്തെ ഇമാമുമാരാണ്. ബഹുമാനപ്പെട്ട വടുതല ഉസ്താദ് എപ്പോഴും അവിടെ ചെന്നാൽ അവിടുത്തെ ഇമാമിനെ രഹസ്യമായി വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയും, അപ്പോഴേ ഈ സനാഇന്റെ മാനയ്ക്ക് ഫാത്തിഹ ഓതാൻ കേട്ടോ. സനാഇന്റെ മാനയ്ക്ക് ഫാത്തിഹ ഇല്ലല്ലോ ഹനഫി മദ്ഹബില്, മയ്യിത്ത് നിസ്കാരത്തിൽ സനാ ആണല്ലോ. എന്നാൽ സനാ എന്ന മാനയ്ക്ക് ഫാത്തിഹ ഓതാം. ഇത് സനാ തന്നെയല്ലേ? എന്താ റഹ്മാൻ റഹീം മാലിക് യൗമുദ്ദീനൊക്കെ സനാ തന്നെയല്ലേ? അപ്പൊ സനാഇന്റെ മാനയ്ക്ക് ഓതാമെന്ന് ഹനഫി ഫിഖ്ഹിലുണ്ട്. ആ മാനയ്ക്ക് ആ മസ്അല പ്രകാരം ഓതണം കേട്ടോ. പുറകിൽ ഷാഫികൾ തുടരുന്നുണ്ട് കേട്ടോ എന്ന് ബഹുമാനപ്പെട്ട വടുതല ഉസ്താദ് എല്ലാ മുസല്ലകളിലും ഹനഫി മുസല്ലകളിൽ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ സ്നേഹപൂർവ്വം അവിടുത്തെ ഇമാമുമാരെ വിളിച്ച് പറയും. ഇത് നമ്മുടെ രീതികളല്ലേ? അപ്പൊ കർമ്മശാസ്ത്രപരമായ ഭിന്നതകളുടെ പേരിൽ ഇവിടെ ബിദ്അത്ത് ആരോപിക്കുക എന്ന ഏറ്റവും കടികട്ടിയായ തിന്മയാണ് സാധാരണക്കാരല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദീനിന്റെ പ്രബോധകരും പ്രവർത്തകരുമായി നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം നമ്മുടെ തോളും മുട്ടിയും മുട്ടാതെയൊക്കെ ജീവിക്കുന്ന ആളുകൾ തന്നെ കർമ്മശാസ്ത്രപരമായ ഭിന്നതകളുടെ പേരിൽ ബിദ്അത്ത് ആരോപിക്കുക എന്ന കടുത്ത തെറ്റ്. അവര് ബിദ്അത്ത് മനസ്സിലാക്കിയിട്ടില്ല, അവർ കർമ്മശാസ്ത്രത്തിന്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, ദീനിന്റെ രീതികളും അവർ മനസ്സിലാക്കാത്തവരാണ്. അപ്പൊ അതുകൊണ്ട് നബിദിനത്തെ സംബന്ധിച്ച് ബിദ്അത്ത് ആരോപണം തെറ്റാണ് എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. നമ്മുടെ പൂർവികരായ മഹാരഥന്മാരായ നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ഈ സുന്നത്തുൻ ഹസനയിൽപ്പെടുത്തി നബിദിനാഘോഷത്തിന്റെ വിശദമായ പരിപാടികളെ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വന്ന കാലത്ത് നമ്മുടെ ഇമാമിങ്ങൾ ഇതിനെ വിശദീകരിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സുന്നത്തുൻ ഹസനത്ത് നല്ല നിലയ്ക്ക് ചെയ്യപ്പെടുന്ന സുന്നത്തുൻ ഹസനത്ത് എതിർക്കപ്പെടേണ്ടതല്ല എന്ന തത്വത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, മാ
മാ കാന യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖി ലിയൗമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സ്വദഖാത്ത്. നബിദിനത്തിന്റെ ദിവസങ്ങളിൽ ആളുകൾ സ്വദഖ ചെയ്യാറുണ്ട്. വൽ മഅറൂഫ്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. വ ഇൽഹാറു സീനത്തി വസ്സുറൂർ, സീനത്തും സുറൂറും പ്രകടിപ്പിക്കാറുണ്ട്. കൊടികൾ കെട്ടും, തോരണങ്ങൾ കെട്ടും. അതിനൊരു പരിഷ്കൃത രൂപം ഇപ്പോ ലൈറ്റുകളും ഇടപാടുകളും ഒക്കെയാണ്. അതൊക്കെ കുറച്ച് കൂടിപ്പോയില്ല, അല്ലാതെ കുറഞ്ഞു പോയെന്ന് പറയാൻ ഇപ്പൊ ഏതായാലും സാഹചര്യം കാണുന്നില്ല. അപ്പൊ അങ്ങനെ സംഗതികളൊക്കെ ഇൽഹാറു സീനത്തി വസ്സുറൂർ. ഫഇന്ന ദാലിക മഅമാ ഫീഹി മിനൽ ഇഹ്സാനി ലിൽ ഫുഖറാ, ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് പുണ്യം കിട്ടും. ലൈറ്റ് അറേഞ്ച്മെന്റും മൈക്കും സംഘടിപ്പിക്കുന്നതുകൊണ്ട് അതിന്റെ തൊഴിലാളികൾക്ക് ഗുണം കിട്ടും. ഇതൊക്കെ വേറെ കാര്യങ്ങളാണ്. എന്നാൽ അതിന്റെ എല്ലാം പുറമെ പറഞ്ഞാൽ മുഷ്ബിറുൻ ബിമഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇതിന്റെ ഭാഷ മഹബ്ബത്തിന്റെ ഭാഷയാണ്. നബിദിനാഘോഷം ചെയ്യുന്ന ആളുകൾ, മൗലിദ് ഓതുന്നവർ, അന്നദാനം നടത്തുന്നവർ, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് മുഷ്ബിറുൻ ബിമഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ തഅലീമിഹി വ ജലാലത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔന്നത്യത്തെ പ്രകടിപ്പിക്കുകയും അവിടുത്തെ ആദരവിനെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുക. വ ശുക്റുൻ ലില്ലാഹി തആല, അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുക. അലാമാ മന്ന ബിഹി മിൻ ഈജാദി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ അർസലഹു റഹ്മത്തുൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നമുക്ക് തന്നതിന് ശുക്റായിട്ടാണ് ഈ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത് ഒമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ, ഈ കാര്യം ബിദ്അത്തുൻ ഹസനയിൽ പെടുത്തേണ്ട പ്രോത്സാഹനജനകമായ സദാചാരമായ പ്രതിഫലാർഹമായ സൽക്കർമ്മമാകുന്നു. ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥർ കൂടിയായ ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാഹ്, തൊട്ടുതാഴെ ഇമാമുനാ സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതി, ഇന്ന അസ്ല അമലിൽ മൗലിദിൽ ലദീ ഹുവ ഇജ്തിമാഉൻ നാസി, ആളുകൾ ഒരുമിച്ച് കൂടുക, ഇതൊക്കെയാണ് ഇപ്പൊ നബിദിനം എന്ന് പറയുന്നത്. വ ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, യാസീനോ സൂറത്തൊക്കെ ഓതുക. വ റിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ, തങ്ങളുടെ ചെറുപ്പത്തിൽ അത്ഭുതങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഓതുക, പറയുക. വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്, ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളും. സുമ്മ യുമദ്ദു ലഹും സിമാത്തു യഅകുലൂനഹു, പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കൊടുക്കുക, അന്നദാനം നടത്തുക. വയൻസരിഫൂനഹു, പിന്നെ വീട്ടിലേക്ക് പോകുന്നു. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്, തിന്മകളൊന്നും ഇതിൽ കൂട്ടിച്ചേർക്കാതെ. നന്മകൾ കൂട്ടിച്ചേർക്കുന്നത് പൊതുവെ സുന്നത്തുൻ ഹസനത്താണെന്ന് പറഞ്ഞതിന്റെ താഴെയാണല്ലോ മുപ്പത് പറയുന്നത്. അപ്പൊ അനഭിലഷണീയമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ, ഇതിലേക്ക് ആവശ്യമില്ലാത്തതൊന്നും കൂട്ടിച്ചേർക്കാതെ ഇങ്ങനെ ചെയ്തു പോയാൽ, അദ്ദേഹം പറയുന്നു, മിനൽ ബിദഅൽ ഹസനത്തിൽ ലത്തി യുസാബു അലൈഹാ സ്വാഹിബുഹാ, ഇത് ബിദഅത്തുൻ ഹസനത്താണ്, അതുകൊണ്ട് തന്നെ യുസാബു അലൈഹാ, ഇത് സവാബ് കിട്ടുന്ന സൽക്കർമ്മമാണ്. ലിമാ ഫീഹി മിൻ തഅലീമി ഖദ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിയെ ബഹുമാനിച്ച് നമ്മൾ ആരും നബിദിനത്തിൽ തിരിഞ്ഞു പോലും നോക്കാനില്ലാത്ത വിധം അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളൊക്കെ വിസ്മൃതിയിലാക്കി കളയാതെ, ഉമ്മത്തിന്റെ ഭാഗത്ത് വീഴ്ച വരുത്താതെ അവിടുത്തെ ഉയർന്ന ബഹുമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ വലിയ കാര്യം, വഇൽഹാരിൽ ഫറഹി വൽ ഇസ്തിബ്ശാർ ബിമൗലിദിഹി ശരീഫ്, അവിടുത്തെ ജനനത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് ഈ അമല്. അപ്പൊ ചുരുക്കത്തിൽ നബിദിനാഘോഷത്തിൽ മൗലിദ് ഓതുക, അന്നദാനം നടത്തുക, തോരണങ്ങൾ കെട്ടുക, അതേപോലെയുള്ള അതിന്റെ പ്രകടനാത്മകമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്തുൻ ഹസനത്താണ്, നല്ല സദാചാരമായ കാര്യമാണ്. യുസാബു അലൈഹാ ഫാഇലുഹാ, അത് ചെയ്യുന്ന ആൾക്ക് അതിന്റെ കൂലി കിട്ടും. അതല്ലേ ഇപ്പൊ ഇബ്നു തൈമിയ്യ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചല്ലോ. ഇബ്നു തൈമിയ്യ പോലും എന്താ പറഞ്ഞത്, ആ ഹുസ്നുൽ ഖസ്ദിനെയും തഅലീമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കാണാതിരിക്കാൻ പറ്റില്ല. അതിന് അജ്റുൻ അളീം, വണ്ണമായ കൂലി കിട്ടുന്നാണല്ലോ. വല അത് നമ്മൾ ചരിത്രപരമായ അന്വേഷണം നടത്തി നോക്കാം. ചരിത്രപരമായ ഒരു അന്വേഷണം നടത്തിയാൽ അല്ലാമ ഖസ്തല്ലാനി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, വലാ സാല അഹ്ലുൽ ഇസ്ലാം യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആ നടന്ന ആ മാസത്തിൽ യഹ്തഫിലൂൻ, സമ്മേളന സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുക എന്നത് ലാസാല അഹ്ലുൽ ഇസ്ലാം, മുസ്ലിമീങ്ങൾ നിരന്തരമായി ആ ചര്യ തുടർന്നു വന്നുകൊണ്ടേയിരുന്നു. വയഅമലൂനൽ വലായിമ, ഭക്ഷണത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, വലീമ, ഭക്ഷണത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, അവർ സദഖ ചെയ്യുമായിരുന്നു. ബി അൻവാഇ സദഖാത്ത് വയുൽഹിറൂന അസ്സുറൂർ, സന്തോഷത്തെ പ്രകടിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. വയുരീദു വയസീദൂന ഫിൽ മബറാത്ത്, ബിർറായ
കാര്യങ്ങളൊക്കെ അന്ന് കൂടുതൽ കൂടുതൽ ചെയ്യും. സാധാരണ നാട്ടിലില്ലാത്ത വിധം കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യുമായിരുന്നു. അവിടുത്തെ പരിശുദ്ധമായ മൗലിദ് പാരായണം ചെയ്യുന്നതിൽ ബദ്ധശ്രദ്ധരായിരുന്നു. നല്ല പരിഗണനയും ശ്രദ്ധയും മുസ്ലിം സമുദായം നടത്തി വന്നിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ചരിത്രാന്വേഷണത്തിൽ ബോധ്യപ്പെട്ട പൂർവ്വമായ ഒരു സംവിധാനമാണ്. ഇമാം ഇസ്മായിലുൽ ഹഖി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ഹനഫി മദ്ഹബുകാരനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റൂഹുൽ ബയാന്റെ ആ കിതാബ് എഴുതിയ ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹഖി അവർ പറഞ്ഞു, വമിൻ തഅളീമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യമാണെന്നും അത് ചെയ്യണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. എന്നാൽ ആ തങ്ങളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തങ്ങളുടെ പരിശുദ്ധമായ പേരിനെ അല്ലെങ്കിൽ തങ്ങളുടെ നാടിനെ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ബഹുമാനിക്കാന്നല്ലേ. അതുകൊണ്ട് തങ്ങളെ ബഹുമാനിക്കുന്നതിൽപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് അമലുൽ മൗലിദി, ജന്മദിനാഘോഷം നടത്തൽ. അമലുൽ മൗലിദ്, ജന്മദിനാഘോഷം സംഘടിപ്പിക്കൽ ഈ ബഹുമാനത്തിന്റെ ഭാഗമാകുന്നു. ഇദാ ലം യകുൻ ഫീഹി മുൻകർ, ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തിന്മകളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. അതായത് ഇവിടെ ഒരു പ്രശ്നമുള്ളത്, സാധാരണ ഇന്ന് പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും വിമർശിക്കുന്ന ഒരു സംഗതിയാണ് ഈ മുൻകറുണ്ട്. അതാണ്, അതായത് നബിദിനാഘോഷത്തിൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ഇങ്ങനെ. സംഗതിയൊക്കെ ശരി തന്നെയാണ്. നമ്മുടെ ഫിഖ്ഹിന് നിരക്കാത്ത പാട്ടിന്റെ ഇടപാടുകളും മറ്റേ ഇടപാടും പരിപാടികളൊക്കെ നമ്മൾ തടയുകയും നമ്മൾ ഉസ്താദുമാർ തന്നെ നമ്മുടെ മഹല്ലുകളിൽ അതിന് മാതൃക ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ്. വിമർശകന്മാർക്ക് വിമർശിക്കാനും വിമർശിച്ചില്ലെങ്കിൽ പോലും അതിന് പഴുതുണ്ടാകാത്ത വിധം അത് ശ്രദ്ധയോടുകൂടി ചെയ്യാനും നമ്മളൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ ഈ ചില തെറ്റായ കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നബിദിനാഘോഷത്തെ മൊത്തത്തിൽ ഹറാമാക്കാനും തിന്മയാക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകളുടെ അൽ ഫതാവ അൽ കുബ്രായിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നൊരു ചോദ്യവും അതിന്റെ ഉത്തരവും ശാഫിഈ മദ്ഹബിന്റെ നിലപാടും നമ്മുടെ ഉസ്താദുമാരുടെ ഉലമാക്കളുടെ നിലപാടുമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ബഹുമാനപ്പെട്ടവരുടെ ചോദ്യം വന്നത് ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് ചില തെറ്റുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് സിയാറത്തിന് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. മഹാനവറുകൾ അതിന് നൽകിയ മറുപടി, തെറ്റുകളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ എതിർക്കുകയും അത് മാറ്റിവെക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. പക്ഷേ അതിന്റെ പേരിൽ നന്മയെ തടയാതിരിക്കലാണ് വേണ്ടത്. നന്മ നന്മയായി നടക്കട്ടെ, തിന്മ തിന്മയായി മാറ്റി നിർത്താൻ വേണ്ടി പരിശ്രമിക്കട്ടെ. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് അതിന് എല്ലാവർക്കും മനസ്സിലാകണ ഒരു നല്ല മേമ്പൊടി ചേർത്ത് അതിന്റെ താഴെ വിശദീകരിച്ചു. ഇപ്പൊ ഈ തവാഫിൽ ഇറങ്ങിയാൽ ഇഖ്തിലാത്ത് ഉണ്ടെന്ന് പറഞ്ഞ് തവാഫിന് ഇറങ്ങാതെ എന്നാൽ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ തവാഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, അറഫയെ പോകാൻ പറ്റുമോ, മിനായിൽ പോകാൻ പറ്റുമോ, ബസ്സേ കയറാൻ പറ്റുമോ, ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകാൻ പറ്റുമോ? ജുമായ്ക്ക് മുസ്ലിയാർ പള്ളിയിലേക്ക് പോകുന്നതാണ്, ബസ്സേ കയറാതെ പോകാൻ പറ്റില്ലെങ്കിൽ അയാൾക്കും പോകണ്ടേ? അപ്പൊ അവിടെയൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നടക്കുന്ന തെറ്റുകളെ തെറ്റുകളായി വിമർശിക്കുകയും അതിനെ എതിർക്കുകയും സാധ്യമായിടത്തോളം അതിൽ നിന്ന് വിട്ടുനിൽക്കാനും അകലം പാലിക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു ഹറാമിനെയും നീതീകരിച്ചുകൊണ്ടല്ല നബിദിനാഘോഷത്തെ ഉലമാക്കൾ പിന്തുണച്ചത്. ഹറാമുകളെ, തെന്മകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വകതിരിച്ച് എതിർക്കുകയും നബിദിനാഘോഷത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന നിലപാടാണ് മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി പറഞ്ഞു, നബിദിനാഘോഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് മഹത്തായ കാര്യമാണ്. തിന്മയുണ്ടെങ്കിൽ ആ തിന്മയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. തൊട്ടു താഴെ ഇമാം സഹാബി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസതി ثم ما زال اهل الاسلام من سائر الاقطار والمدن الكبار يعملون المولد. ജനങ്ങൾ നബിദിനാഘോഷം നടത്തി വന്നിരുന്നു. നബിദിനാഘോഷം നടത്തി വന്നിരുന്നു എന്ന് മാത്രമല്ല, വയതസദ്ദഖൂന ഫീ ലയാലിഹി ബിഅൻവാഇ സദഖാതി, പലവിധ ദാനധർമ്മങ്ങളും, വയഅതനൂന ബിഖിറാഅത്തി മൗലിദിൽ കരീം. ഇതൊക്കെ ചരിത്രപരമായി നമുക്കൊരു അന്വേഷണത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിനുകൂടെ പറഞ്ഞു, വയൽഹറു അലൈഹി മിൻ ബറകാതിഹി കുല്ലു ഫദ്ലിൻ അളീം. ഇതൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ വലിയ മഹത്വവും ബറക്കത്തും അവരുടെ നാടുകളിലും അവരുടെ വീടുകളിലും ആ വ്യക്തികളിലും നമ്മൾ കാണുന്നുണ്ട്. ഇത് അല്ലാഹു തആല പ്രകടിപ്പിക്കുന്ന സംഗതിയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അവസാനം ഇബ്നു തൈമിയ പോലും ഈ കാര്യത്തെ സംബന്ധിച്ച് എഴുതിയത് ഞാൻ നേരത്തെ പറഞ്ഞ ഇബാറത്ത് ഏറ്റവും അവസാനം ചേർത്തിട്ടുണ്ട്. വതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ, ഒരാഘോഷ ദിനമായി ജന്മദിന ദിവസത്തെ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-നെ ആഘോഷിക്കുക എന്നും ബഹുമാനിക്കുക എന്നും പറയുന്നത് ഖദ് യഫഅലുഹു ബഅദുൻ നാസ്, കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീം, അതിൽ അളീമായ വണ്ണമായ പ്രതിഫലത്തെ അല്ലാഹു അദ്ദേഹത്തിന് അവർക്ക് നൽകും.
ലിഹുസ്നി ഖസ്ദിഹി വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചുരുക്കത്തിൽ ഈ നബിദിനാഘോഷത്തിന് ചരിത്രപരമായ ഒരു അന്വേഷണം നോക്കുമ്പോൾ ഇസ്ലാമിക ലോകത്ത് നബിദിനാഘോഷം ഈ വിപുലമായ നിലയ്ക്ക് രൂപപ്പെട്ടു വന്നതിന് ശേഷം അതിനെ ബിദ്അത്തുൻ ഹസനത്തിന്റെ ലിസ്റ്റിൽപ്പെടുത്തുകയും അത് പ്രോത്സാഹനജനകമാണെന്ന് പറയുകയും അതിനെ പ്രേരിപ്പിക്കുകയും അത് പ്രതിഫലാർഹമാണെന്ന് പറയുകയും ചെയ്ത് ഇസ്ലാമിക ലോകം, കർമ്മശാസ്ത്ര ലോകം അതിനെ പിന്തുണച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് അവസാനമായി ആറ്റിക്കുറുക്കി നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇത് ചെയ്യുന്ന ആളുകളുടെ മനസ്സിന്റെ പ്രേരണയും വികാരവും മഹബത്തും തഅളീമുമാണ്. ഇത് ലോകത്താരും എതിർക്കാത്ത കാര്യമാണ്. രണ്ടാമത്തത്, ഒരു നബിദിനാഘോഷം ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ കർമ്മശാസ്ത്രപരമായ അതിന്റെ വിധികൾ ഉലമാക്കൾ, ഇമാമുകൾ, മദ്ഹബുകൾ വിശദീകരിച്ചിട്ടുള്ളത് സുന്നത്തുൻ ഹസനയാണ്, പ്രതിഫലമുള്ള കാര്യമാണ്, മൗലിദ് നല്ലതാണ്, അന്നദാനം നല്ലതാണ്, സന്തോഷം പ്രകടിപ്പിക്കൽ സുഹൃതമാണ്, സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സീനത്ത് അലങ്കാരങ്ങൾ ഉണ്ടാക്കൽ നല്ല കാര്യങ്ങളാണ്, അതുകൊണ്ട് പ്രതിഫലം കിട്ടും എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഇത് വിമർശിക്കപ്പെടേണ്ട ബിദ്അത്തുൽ വലാലത്താണെന്ന് നമ്മുടെ ഇമാമിയങ്ങളോ ലോകത്ത് സാധാരണ നമ്മൾ കാണുന്ന ഇമാമിയങ്ങളോ വിശദീകരിച്ചിട്ടില്ല. പിന്നെ മുബാഹിനെ പോലും വെറുതെ വിടാതെ റോഡ് സൈഡിലൂടെ അനങ്ങാതെ ഓരം പറ്റി സാവധാനം നടന്നുപോയ മുബാഹിനെ പോലും വെറുതെ വിടാതെ പിടിച്ചു നിർത്തി ക്രൂരമായി പ്രഹരം നടത്തിയ ചില ആളുകളുണ്ട്. ആ ആളുകള് എന്താണ് അവരങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതെന്ന് അറിയാതെ തൽക്കാലം നമുക്ക് ഈ പരിശുദ്ധമായ സദസ്സിൽ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അവരെ വെറുതെ വിട്ടേക്കാം. ഏതായിരുന്നാലും മുബാഹ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ സംഗതിയുടെ താല്പര്യമെങ്കിലും വിമർശകർ ഈ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നും സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിനീതമായ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ മഹത്തായ അമല്, ആ അമലിനെ കുറിച്ച് അല്പനേരം ഈ നമ്മളെ പാവങ്ങൾ ഇവിടെ കൂടിയിരുന്ന അല്പനേരം സംസാരിക്കാൻ കഴിഞ്ഞ ഈ സംഗതി അല്ലാഹു ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.